കോളം കളറായി തുടങ്ങി അക്ഷരാർത്ഥത്തിൽ. കാരണം ഏതാണ്ട് 6 മണിയോട് തന്നെ ഈ നിറങ്ങൾ പ്രകാശിച്ചു തുടങ്ങി. കാരണം മറ്റു ദിവസങ്ങളിലെ പോലെയല്ല, 31-ാം തീയതി രാത്രി എന്ന് പറയുന്നത് ആ നിറങ്ങളിൽ തന്നെ തുടങ്ങണം, നിറങ്ങളിൽ അവസാനിക്കണം, പുതിയ ദിവസം അത് പ്രതീക്ഷയുടെ ആകണം എന്നുള്ള ഒരു തീരുമാനമാണ്. അപ്പോൾ എന്തായാലും ഇവിടെ കുറേയധികം ആളുകൾ ഇപ്പോൾ ഉണ്ട്. അവരെന്തായാലും ഈ പറഞ്ഞതുപോലെ കടലിലാണുള്ളത്. ഈ കടൽ എപ്പോഴും ആലങ്കാരികമായും അല്ലാതെയും ഒക്കെ നമ്മുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. നേരത്തെ ദിവി സൂചിപ്പിച്ചതുപോലെ നല്ല ഓർമ്മകളാകട്ടെ അല്ലെങ്കിൽ മോശം ഓർമ്മകളാകട്ടെ, അതെന്തായാലും അതിനെ മറക്കാൻ അല്ലെങ്കിൽ പുതിയ വർഷം തുടങ്ങുമ്പോൾ വളരെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാനായി അവർ ഈ കടൽ തിരഞ്ഞെടുക്കുന്ന ആളുകൾ, കടലിനെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ നമുക്ക് കാണാം. അത് തന്നെയാണ് ഈ ശംഖുമുഖത്തും കോവളത്തും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അങ്ങനെ കോവളത്തേക്ക് എത്തിയ നിരവധി ആളുകൾ ഇവിടെ എന്തായാലും ഉണ്ട്. കുറച്ച് സമയം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ സമയത്തിലേക്ക് എത്താൻ, ആ സമയത്തിലേക്ക് എത്തും വരെ ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാം. ഈ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാം, ഈ കടൽ അഭിമുഖമായി കുറേയധികം സമയം മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കാതിരിക്കുന്നവരുണ്ട്, അതിൽ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നവരുണ്ട്. എന്തായാലും ന്യൂ ഇയർ ആഘോഷിക്കാൻ എത്തിയതാണ്. അതെ. എവിടെ നിന്നാണ്? നെയ്യാറ്റിൻകര ഒന്നാണ്. കടലാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലേ? അതെ. അതായത് ഇപ്പൊ ഈ ഒരു സമയം കുറച്ചും കൂടെ ഒരു പീസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് പോകാനാണ് പ്ലാന്. ഇപ്പം കുറച്ച് ഇവിടെ ഈ ഒരു ഏരിയയിൽ കുറച്ചും കൂടെ ഒരു പീസ്ഫുൾ ആണ്. അപ്പോൾ ആ സൈഡ് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആൾക്കാരും പാർട്ടിയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല, കുറച്ച് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു സമാധാനം പാർട്ടിയിലേക്ക് മാറുമോ? ഇല്ല, സമാധാനത്തിൽ പോകാനാണ് ഒരു ഇന്നത്തെ ഒരു ഒപ്പം വന്നാണ്. അപ്പം എന്താണ് ഈ ന്യൂ ഇയർ ആയിട്ടുള്ള നിങ്ങളെ പുതിയ തീരുമാനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? തീരുമാനം അങ്ങനെ ഒന്നുമില്ല. ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ പുതിയ തുടക്കമല്ലേ വരുന്നത്. അപ്പോൾ നമ്മളൊന്ന് നേരത്തെ ഉള്ള കാര്യങ്ങളിൽ നിന്ന് പഠിച്ച് പുതിയ കാര്യങ്ങളോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരിതാണ്. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും ആരിലും ഒരാൾ ഈ എന്താണ് പഠിച്ചത്? നമ്മൾ പ്രേക്ഷകർ പങ്കുവയ്ക്കാൻ കഴിഞ്ഞ വർഷം പഠിച്ചൊരു വലിയ പാഠം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അധികം ഇല്ല. വിശ്വസിക്കുന്നത് കുറച്ചൊന്ന് പഠിച്ചത് എന്താണെന്നൊക്കെ ആളുകൾ ഇങ്ങനെ ആലോചിക്കുള്ളൂ. നമ്മളിങ്ങനെ ജീവിതം മുഴുവൻ പഠിക്കുകയല്ലേ, അതിപ്പോൾ ഒരു വർഷം എന്നൊന്നുമില്ല. രാഹുലെ, ഞാൻ തിരികെ വരാം.